എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കൂന്തൽ അല്ലെങ്കിൽ കണവ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കണവ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ ഇത്രയും ഇട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. കുക്കിംഗ് ടൈം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതിനുശേഷം കൂന്തലിന് മസാല റെഡിയാക്കുകയാണ്. അതിലേക്ക് കുറച്ച് കടുകും കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തത്. ഓയിലിലേക്ക് കുറച്ച് കടുകും കുറച്ച് പെരുംജീരകം, ചെറിയൊരു പട്ട, പിന്നെ സവാള, ഒരു മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂന്തൽ കൊണ്ടിട്ട് റോസ്റ്റ്, തോരൻ, ഫ്രൈ ഇതൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഒരു 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സൈസ് തക്കാളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മസാല ഒന്ന് റെഡിയാക്കിയെടുക്കണം, വഴറ്റിയെടുക്കണം. അപ്പോൾ മസാല നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1.25 സ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂണോളം പെരുംജീരകപ്പൊടി, 1/4 സ്പൂണോളം ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മസാല ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ആ ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവർ, ഒരു പച്ച ഫ്ലേവർ മാറണം. അപ്പോൾ ഒരു 2 to 4 മിനിറ്റ്സ് എങ്കിലും കുക്ക് ചെയ്യണം. അതിനുശേഷം ഞാനൊരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഓൾറെഡി ഗ്രേവി നമ്മൾ ഓൾറെഡി കുക്കാക്കിയതാണ്, അതുപോലെ കണവയും കുക്കാക്കിയതാണ്. ഇനി നമുക്കത് രണ്ടും കൂടെ ഒന്ന് കവറപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കണവ റോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് ഗ്രേവി ആയിട്ടല്ല എടുത്തത്, പക്ക റോസ്റ്റായിട്ടാണ് നമ്മളെടുത്തത്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കോംബോയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ.